ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്നിവിടെ പഴം വരട്ടിയതാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ചക്ക വരട്ടിയത് തയ്യാറാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് പഴം പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 6 നെയ്വെണ്ണ പഴമാണ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് വേറെ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്, പാളയംകോടൻ ഒഴിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ശർക്കരയാണ്. ഈ വലുപ്പത്തിലുള്ള ഒരു 6 ശർക്കര. അതിന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് തോല് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരട്ടിയെടുക്കാൻ സാധിക്കും. ഞാനിതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് വരാം. പഴം ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തി കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങുന്ന സമയത്ത് വീണ്ടും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ 1 സ്പൂൺ നെയ്യ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പഴം അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. പഴത്തിലെ ജലാംശമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അടി പിടിക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പഴവും ശർക്കരയും എല്ലാം കൂടി നന്നായി ഒന്ന് വെന്ത് കുറുകി വരട്ടെ. നമ്മുടെ പഴം വരട്ടിയത് ഇവിടെ ഏതാണ്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് പഴമാണ്. ഇത് നിറം വാങ്ങി കറുത്ത് പോയ പഴങ്ങൾ കൊണ്ട് നമുക്കിത് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടാക്കി 1 വർഷത്തോളം ഇരുന്നു. അതുകൊണ്ട് നിറം വാങ്ങി കറുത്ത് പോയ പഴങ്ങൾ നിങ്ങൾ വെറുതെ വലിച്ചെറിയേണ്ട. അതുകൊണ്ട് ഇത് നല്ല പോലെ വരട്ടിയെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. ഇത് പായസം വയ്ക്കാൻ മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് ഉപയോഗിക്കാം. ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കി വെക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത്. നമ്മുടെ പഴം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.